സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ കണ്ടില്ലേ കരിയത് കരച്ചിലൊക്കെ തിരക്കുടിച്ച് പോണേ വായറ്റു വായ കാണാൻ പോയിട്ട് പറയാം പെട്ടെന്നുണ്ടായ വായറ്റുവാണ് വായയാണ് എന്റെ കൂടെ ഉള്ളത് വായ കൂടുതൽ യോജിക്കുന്നത് ഈ മുഖത്തിനാണ് കൊറേ ആയി വായ വായ അറിയിച്ചു അപ്പൊ ആ ഒരു എന്താ പറയാ എനിക്ക് ഫിലിം കാണാൻ പോകുമ്പോഴേ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആയിട്ട് പോണം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് പലരും പറയുന്നത്. അപ്പൊ എന്താണ് സംഭവം നേരെ കണ്ടുനോക്കാം. നേരല്ല നേരത്തെ പെട്ടെന്ന് ഉദിച്ചൊരു തോന്നലാണ് ഫിലിമിന് പോവാന്ന്. 2 മിനിറ്റിൽ നിൽക്കേനി ബീച്ച് ഫിലിം. അപ്പൊ എന്താ ചെയ്യാ, മക്കൾസിനൊന്നും താല്പര്യമില്ല, എന്ത് ബീച്ചിക്ക് പോകാൻ മൂടില്ല. കാരണം ഒരു ഫോണിലാണ്, അപ്പൊ ആ ഒരു വൈബിലാണ്. അപ്പൊ ഒരിക്കലും ബീച്ച് മൂടില്ല. അപ്പൊ ഞാൻ കഴിച്ചു മാറ്റി പിടിച്ച് വായ. അപ്പൊ നേരത്തെ തിരക്കുടിച്ച് പോയപ്പോ ഇല്ലാത്ത തിരക്ക് അതാണ്. എത്ര ലോറിയിലെ രാത്രി ആയാലെങ്കിലും മനുഷ്യനൊന്ന് മര്യാദക്ക് പോകാനൊരു ഒഴിഞ്ഞെടുത്തൂടെ? അവിടെ ബ്ലോക്ക് ഉണ്ട് കേട്ടോ, അവിടെ ചെറിയ ബ്ലോക്ക് ഉണ്ട്, ആടാടെ ബ്ലോക്ക് ഉണ്ട്. തീരുമാനമില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് ടൈം ഉണ്ട് എന്നൊക്കെ വിചാരിച്ചോ? നല്ല ബ്ലോക്കാണല്ലോ. സൂപ്പർ, അതിന്റെ ആകെ മാറിയിട്ട് മുന്നിൽ ഒരുപാട് ലോറികൾ ഗൈസ് വാങ്ങിച്ചു കൊടുത്താ. എങ്ങനെയാണ് ആ തീവണ്ടിക്ക് കടന്ന് മുന്നോട്ട് എത്തുക? ഹലോ ഗൈസ്, ലോക്കായി ഗൈസ്. 11 മണിക്ക് ഷോ, 10:30 മണിയായി. 10 കഴിഞ്ഞോ? എന്താ ഗൈസ്, ഞങ്ങള് ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞു വന്ന് ഞങ്ങള് മഞ്ചേരി പോവാണ്ട്. അപ്പൊ ഗൈസ് വീണ്ടും മുന്നിൽ ഒരു ലോറി. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുന്ന് പെട്ടെന്ന് പോകാൻ കഴിയൂല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. വളവും തിരിവും ഒക്കെ ഉണ്ട്. വായ കണ്ടൊരു അഭിപ്രായം ആയിരിക്കട്ടെ. നിങ്ങളൊക്കെ ഒരു ഒപ്പീനിയൻ എന്താണ് വായനെ കുറിച്ച്? എല്ലാരും കണ്ടിട്ടുണ്ടാവും. നമ്മള് ലാസ്റ്റ് 2-3 കഴിഞ്ഞാണ് പോണത്. അപ്പൊ കണ്ടവരോട് ചോദിക്കാം. എല്ലാവർക്കും പല ആളുകൾക്കും പല അഭിപ്രായമായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ്. ചില ആളുകൾ ഫിലിം വന്ന് കണ്ടാന്ന് പറയും പടത്തിന് പോകേണ്ട 10 ദിവസമില്ല. അപ്പൊ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ നോക്കേണ്ടി പല ആളുകളും പല അഭിപ്രായങ്ങളും. പക്ഷെ വായാറ്റൂനാരെങ്കിലും എന്ത് പറഞ്ഞോ? പക്ഷെ ഈ വായാറ്റു പോണതിന്റെ ഹൈലൈറ്റ് എന്താ അറിയോ? വായ വണ്ണ് എന്താന്ന് എനിക്കറിയില്ല. വായ വണ്ണി ആരും കണ്ടിട്ടില്ലടാ. എനിക്കറിയില്ല അതെന്താ സംഭവം. ഈ വണ്ണ് കാണാൻ ടൂ കണ്ട എന്തെങ്കിലും മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടാവോ? ഗൈസ്, ഉണ്ടാവോ? കമന്റ് ചെയ്യൂ ഗൈസ്. ഏതായാലും നമ്മൾ കണ്ടിട്ടില്ല, ഇനിയിപ്പോ വരെ കമന്റ് കാണുക. എന്തായാലും വേണ്ട ഗൈസ്, നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങളെ വായ 2 കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? വായ 1 എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? വായ 2 ഞങ്ങൾ കാണാൻ പോവാണ്, ഞങ്ങൾ കണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ വായ 1 കണ്ടതിന് ശേഷം വായ 2 നിങ്ങൾ വായ 1 നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വായ 1 എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? അല്ലേ ഐശോ, നിങ്ങൾ അറിയിക്കട്ടോ വായ 1 എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം. അപ്പൊ എത്തി എത്തിട്ടോ. വിഷമായി ഗൈസ്. അപ്പൊ ഞങ്ങൾ വായ കാണാൻ പോവാണ്. വായക്ക് എന്താ പ്രശ്നം? വായക്കൊരു പ്രശ്നമില്ല. വായ നമുക്ക് പഴം തരണേ അല്ലേ? നമുക്ക് ഇന്നിത്തട്ട മാത്രല്ല, വായന്റെ എല്ലാ ഭാഗവും നമുക്ക് ഉപകാരപ്രദമായ അതാണ്. അപ്പൊ അതേമാതിരി ഐഷു എല്ലാ ഭാഗവും എല്ലാ ഉപകാരമാണ് ഗൈസ്. ഞങ്ങളിവിടെ എത്തി ഗൈസ്. നമുക്ക് പടം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. 4th ഫ്ലോറിലാണ്, ലിഫ്റ്റിലാണ്. അപ്പൊ നമ്മൾ എത്താനായാലേ? നമുക്ക് ടൈം കിട്ടിയിട്ട് ഗൈസ് 11 മണി ആവണുള്ളൂ. അപ്പോൾ എത്തി ഗൈസ്, അറിയട്ടോ. കണ്ടു. ഐഷു ഫസ്റ്റ് ഹാഫിൽ നല്ല ചിരിയാണ് കേട്ടോ. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ കണ്ടില്ലേ കരിയത് കരച്ചിലൊക്കെ വരുന്നതിനാ കണ്ണിന്നൊക്കെ വെള്ളമൊക്കെ വന്നിട്ട് കരിയ കുറച്ചൊക്കെ മനസ്സൊക്കെ സ്വായ കണ്ടു. നല്ല ഇഷ്ടമായിട്ടോ, പടം അടിപൊളി. നല്ല ഇഷ്ടമായി. നമ്മള് കാണാൻ കുറച്ച് വൈകിയെങ്കിലും എല്ലാരും പറഞ്ഞ പോലെ തന്നെ നല്ല നമ്മള് നെഗറ്റീവ് റിവ്യൂ ഒന്നും അത് കണ്ടിട്ടില്ലേ. അതേപോലെ കിട്ടു ലാസ്റ്റ് ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമായി ആ ഫൈറ്റ്.
അടിപൊളി പടം ഗൈസ്. അപ്പൊ ഒന്നും പറയാനില്ല, ഞങ്ങള് ഫിലിം കണ്ടിങ്ങനെ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ് ലൈഷോ. അതെ, അപ്പൊ നിന്റെ വക 2 വാക്ക് ഉരുളിയാലും എന്തൊരു അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ അടുത്ത് കണ്ടേല് നല്ലൊരു പടം അല്ലേ. അപ്പൊ ഗൈസ് ഇനിയൊന്നും പറയാനില്ല, ഞങ്ങൾ പോവാണ്. ഓക്കെ, ബൈ. ബൈ.